യോഹന്നാൻ എഴുതിയ രണ്ടാം ലേഖനം ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം: യോഹന്നാൻ തൻ്റെ രണ്ടാം ലേഖനം എഴുതിയത് ആർക്ക്? ഉത്തരം: മാന്യ നായകിയാർക്കും മക്കൾക്കും. രണ്ടാമത്തെ ചോദ്യം: മാന്യ നായകിയാരെ സ്നേഹിക്കുന്നത് ആര്? ഉത്തരം: യോഹന്നാനും സത്യത്തെ അറിഞ്ഞിരിക്കുന്നവർ എല്ലാവരും. മൂന്നാമത്തെ ചോദ്യം: സത്യത്തെ അറിഞ്ഞിരിക്കുന്നവർ മാന്യ നായകിയാരെ സ്നേഹിക്കുന്നതിന് കാരണമെന്ത്? ഉത്തരം: നമ്മിൽ വസിക്കുന്നതും നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കുന്നതുമായ സത്യം നിമിത്തം. നാലാമത്തെ ചോദ്യം: തൻ്റെ രണ്ടാം ലേഖനത്തിൽ യോഹന്നാൻ അത്യന്തം സന്തോഷിച്ചു എന്ന് പറയാൻ കാരണമെന്ത്? ഉത്തരം: മാന്യ നായകിയാരുടെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നത് കണ്ടിട്ട്. ചോദ്യം: യോഹന്നാൻ മാന്യ നായകിയാർക്ക് എഴുതി അപേക്ഷിച്ച കൽപ്പന ഏത്? ഉത്തരം: നാം അന്യോന്യം സ്നേഹിക്കണം. ആറാമത്തെ ചോദ്യം: ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് എന്താകുന്നു? ഉത്തരം: സ്നേഹം. ഏഴാമത്തെ ചോദ്യം: ആരാണ് വഞ്ചകനും എതിർ ക്രിസ്തുവും? ഉത്തരം: യേശു ക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്തവൻ. എട്ടാമത്തെ ചോദ്യം: ലോകത്തിലേക്ക് ആർ പുറപ്പെട്ടിരിക്കുന്നു എന്നാണ് യോഹന്നാൻ തൻ്റെ രണ്ടാം ലേഖനത്തിൽ പറയുന്നത്? ഉത്തരം: യേശു ക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ. ഒമ്പതാമത്തെ ചോദ്യം: എന്തു സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ് യോഹന്നാൻ നായകിയാരോട് പറയുന്നത്? ഉത്തരം: തങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന്. പത്താമത്തെ ചോദ്യം: ഏതിൽ നിലനിൽക്കുന്നവനിലാണ് പിതാവും പുത്രനും ഉള്ളത്? ഉത്തരം: ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ. 11ാമത്തെ ചോദ്യം: ആരെയാണ് വീട്ടിൽ കയറ്റരുത് എന്ന് യോഹന്നാൻ പറയുന്നത്? ഉത്തരം: ക്രിസ്തുവിൻ്റെ ഉപദേശം കൊണ്ടല്ലാതെ വരുന്നവനെ. 12ാമത്തെ ചോദ്യം: ക്രിസ്തുവിൻ്റെ ഉപദേശം കൊണ്ടല്ലാതെ വരുന്നവനോട് കുശലം പറയുന്നവൻ ആരാണ് എന്നാണ് യോഹന്നാൻ പറയുന്നത്? ഉത്തരം: അവൻ്റെ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളി. 13ാമത്തെ ചോദ്യം: യോഹന്നാൻ നായകിയാരുടെ അടുക്കൽ ചെന്ന് മുഖാമുഖം സംസാരിക്കാൻ ആഗ്രഹിച്ചത് എന്തിന്? ഉത്തരം: അവരുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന്. 14ാമത്തെ ചോദ്യം: എഴുതുവാൻ പലതുണ്ടെങ്കിലും കടലാസിലും മഷിക്കൊണ്ടും എഴുതുവാൻ മനസ്സില്ല എന്ന് യോഹന്നാൻ എഴുതിയതാർക്ക്? ഉത്തരം: മാന്യ നായകിയാർക്ക്. 15ാമത്തെ ചോദ്യം: യോഹന്നാൻ ഒരു സ്ത്രീക്കും മക്കൾക്കും എഴുതിയ ലേഖനം ഏത്? ഉത്തരം: 2 യോഹന്നാൻ. ഈ അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ഈ ചോദ്യോത്തരങ്ങൾ നിങ്ങളുടെ ബൈബിൾ പഠനത്തിന് സഹായകമാകുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുതേ. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.